ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. UDF മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിച്ചേക്കും. മുതിർന്ന നേതാക്കളുമായും KPCC മുൻ അധ്യക്ഷന്മാരുമായും കൂടിക്കാഴ്ച നടത്തി ഹൈക്കമാൻഡ്. തീരുമാനം നാളെ എന്ന് K മുരളീധരൻ. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഘടകകക്ഷികൾക്ക് കാര്യമില്ലെന്ന് MM ഹസൻ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ രൂക്ഷ വിമർശനവുമായി സമസ്ത. എറണാകുളത്ത് VD സതീശനും ഷാഫി പറമ്പലിനും അനുകൂലമായി ഫ്ലെക്സ് ബോർഡുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്താൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുന്നു. നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റി. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. NDAയിലേക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്കുമുള്ള ക്ഷണം തള്ളി കേരള കോൺഗ്രസ് M. ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനുള്ള UDF നീക്കത്തിൽ പ്രതിഷേധവുമായി കൂടുതൽ സംഘടനകൾ. തീരുമാനം മേഖലയെ ആകെ തകർക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. തുടർ നടപടികൾ തീരുമാനിക്കാൻ 14-ന് സംഘടനാ നേതാക്കൾ യോഗം ചേരും. സ്വകാര്യ ബസ് മേഖലയെ കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകണമെന്ന് INTUC. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വൻ ട്വിസ്റ്റ്. DMKയിൽ പിളർപ്പ്. വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് AADMK വേലുമണി പക്ഷത്തുള്ള 24 MLA മാർ. JCD പ്രഭാകർ തമിഴ്നാട് സ്പീക്കർ, M രവിശങ്കർ ഡെപ്യൂട്ടി സ്പീക്കർ. സഭയിൽ എല്ലാവർക്കും ഒരേ പരിഗണനയെന്ന് സഭയിലെ കന്നിപ്രസംഗത്തിൽ വിജയ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും സമീപത്തുള്ള 717 മദ്യശാല ഔട്ട്ലെറ്റുകൾ പൂട്ടാൻ ഉത്തരവിട്ട് വിജയ് സർക്കാർ. അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഹിമന്ത ബിശ്വ ശർമ്മ. ഗുവാഹത്തിയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി അടക്കമുള്ള പ്രമുഖർ. നീറ്റ് പരീക്ഷ റദ്ദാക്കി. നടപടി ചോദ്യപേപ്പർ ചോർച്ച ആരോപണത്തിൽ. പരീക്ഷ വീണ്ടും നടത്താൻ തീരുമാനം. പുതുക്കിയ തീയതി ഉടൻ പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ വിലയിൽ ഉടൻ വർധനവിന് സാധ്യത. പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെന്ന് റിപ്പോർട്ടുകൾ. ഇന്ധനവില 5 രൂപ വരെ ഉയർന്നേക്കും. ഊർജ്ജ പ്രതിസന്ധിയില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്രം. ഗുരുവായൂർ അരിയന്നൂരിൽ വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ മാപ്പാപേക്ഷയുമായി മോഷ്ടാവ്. മോഷണ മുതലിൽ 8 പവൻ സ്വർണവും തിരികെ നൽകി. മോഷ്ടിച്ച 2 പവൻ വിൽപ്പന നടത്തിയെന്നും ബാക്കി സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകുന്നുണ്ടെന്നും മോഷണം സംബന്ധിച്ച കേസ് പിൻവലിക്കണമെന്നുമായിരുന്നു കത്തിൽ. ഇടുക്കിയിൽ സ്കൂൾ ബസ്സുകൾ കത്തിനശിച്ചു. കൊയ്ത്തുളു ദീപ ഹൈസ്കൂളിലെ 2 ബസ്സുകളാണ് കത്തിനശിച്ചത്. ബസ്സുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ജീവനക്കാരുടെ ഇടപെടലിൽ തീ നിയന്ത്രണ വിധേയമാക്കി. IPLൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. ജയിക്കുന്നവർ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തും. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.